السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة كل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. أيها الناس أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിച്ച് യഥാർത്ഥ മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് എന്നോടൊന്നുപോലെ നിങ്ങൾ ഈ ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആനിലെ ബയ്യിന സൂറയിലെ വളരെ ശ്രദ്ധാർഹമായ ഒരായത്താണ് ഓതിക്കൽപ്പിച്ചത്. ഈ ആയത്തുമായി ബന്ധപ്പെട്ട അല്പം ചില കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്നിച്ചിരുന്ന് ആലോചിക്കുവാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന വർത്തമാനങ്ങൾ നല്ല മനസ്സോടെ പ്രാർത്ഥനയോടെ ഉന്മേഷത്തോടുകൂടി കേൾക്കാനും മനസ്സിലാക്കാനും കേൾക്കുന്ന മനസ്സിലാക്കുന്ന കാര്യങ്ങൾക്ക് അനുസൃതമായി ജീവിതം നന്മയിലാക്കാനും ചിട്ടപ്പെടുത്തുവാൻ റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശ്വാസികളായ നമ്മൾ അല്പമൊക്കെ നന്മകൾ ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ആ മനസ്സുള്ളവരാണ്. നന്മയിൽ മുന്നേറണമെന്നും കൊതിയുണ്ട്. എന്തേ കാരണം? പാരത്രിക പരാജയം സംഭവിക്കരുത് എന്ന കാഴ്ചപ്പാടാണ്. നമ്മുടെ പ്രാർത്ഥന അതാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. അല്ലാഹ് ഞങ്ങളുടെ കർമ്മങ്ങൾ സ്വീകരിക്കണേ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, മുൻകഴിഞ്ഞ തലമുറകളെ പറ്റിയൊക്കെ പരിശോധിക്കുമ്പോൾ, അള്ളാഹിൻ്റെ തൃപ്തി കിട്ടി ലോകത്തോട് യാത്രയായ ആളുകളെ പറ്റി ആലോചിക്കുമ്പോൾ, അവരൊക്കെ ചെയ്ത കർമ്മങ്ങളെ തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും കാര്യമായിട്ടൊന്നുമില്ല, വളരെ കുറവാണുള്ളത്. റസൂലുള്ളാഹിന്റെ സഹാബത്തൊക്കെ പോലെ കർമ്മങ്ങൾ തട്ടിച്ചു നോക്കിയിരുന്നത് നബിയുമായിട്ടായിരുന്നു. നമ്മളൊക്കെ പലപ്പോഴും സമാധാനപ്പെടാറ് എങ്ങനെയാണെന്നോ, നമ്മളെ കർമ്മങ്ങൾ തട്ടിച്ചു നോക്കുന്നത് നമ്മളെ സമകാലീനരായ ആളുകളുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ്. ഞാനും ഒന്നിച്ച് 10ാം ക്ലാസ് പഠിച്ചാണ്, അല്ലെങ്കിൽ ഞാനും ഒന്നിച്ച് കോളേജ് പഠിച്ചാണ്. ഓൻ പള്ളിക്ക് തിരിഞ്ഞു നോക്കണില്ല, ഞാൻ പള്ളിയിലൊക്കെ 5 നേരമുണ്ട്. ഓൻ്റെ ജീവിതത്തിൽ നന്മകളൊന്നുമില്ല, എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാഹ് ഞാൻ കേമനാണ്. പലപ്പോഴും നമ്മൾ അങ്ങനെ നിർവൃതി അടയാറാണ് പതിവ്. എന്നാൽ റസൂലുള്ളാഹിന്റെ സഹാബത്തോ മുൻകഴിഞ്ഞ തലമുറകളിലേക്കാണ് നോക്കുക. സഹാബത്ത് തമ്മിൽ വളരെ മത്സരായിരുന്നു. പരലോക രക്ഷയുടെ കാര്യത്തിൽ അവരെക്കാളും ഒരു പടി തനിക്കുയരണമെന്ന കാര്യത്തിൽ ഭയങ്കര ഇഖ്ലാസുള്ള മത്സരമായിരുന്നു. അബൂബക്കറിനേക്കാളും ഉയരണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനേക്കാളും മികവുള്ളവനാകണമെന്ന് അലി റളിയല്ലാഹു അൻഹു ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, അത് ആരോഗ്യകരമായ മത്സരം. ഈ മത്സരമൊന്നും പോരാഞ്ഞിട്ട് പോലും നബിന്റെ അടുത്തേക്കല്ലാണ് മഹാനായ റസൂലുള്ളാഹി നിങ്ങളെ ഇബാദത്തുകൾ എങ്ങനെയൊക്കെയെന്ന് റസൂലുള്ളാഹി അന്വേഷിക്കണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇല്ലാത്തൊരു സന്ദർഭത്തിലാണ് വീട്ടിൽ കയറി ചെന്നത്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ഉമ്മയാണ്. ചോദിച്ചു, എങ്ങനെയൊക്കെ നബിയുടെ ഇബാദത്തുകൾ? അപ്പൊ ഇന്ന രൂപത്തിലാണെന്നൊക്കെ പറഞ്ഞപ്പോ കഅന്നഹും തഖാലൂഹ, ഓല് കുറച്ച് കുറവാണല്ലോ, കുറച്ചുള്ളല്ലേ നമ്മൾ ചെയ്യണമെന്ന് ഓൽക്ക് സ്വയം ഒരു വിലയിരുത്താണ്. വളരെ കുറവാണല്ലോ, എവിടെ കിടക്കുന്നു പ്രവാചകൻ? അപ്പൊ ചില തീരുമാനങ്ങൾ അവർ കൈക്കൊണ്ടതൊക്കെ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ പ്രവാചകന്റെ വചനങ്ങളിലൂടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കിയത്. ഞാൻ സൂചിപ്പിക്കണം എന്താണെന്ന് പ്രിയപ്പെട്ടവരെയും, അള്ളാഹിന്റെ റസൂലിന്റെ സഹാബത്തിന്റെ മനസ്സാണത്. അതുകൊണ്ടാണ് അവർ റളിയല്ലാഹു അൻഹു അള്ളാഹിന്റെ തൃപ്തി കിട്ടി ലോകത്തോട് യാത്ര പറയാൻ നമുക്ക് സാധിച്ചത്. അള്ളാഹ് അനുഗ്രഹിച്ചവിടെ കൂട്ടത്തിൽ അതാണല്ലോ സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ ഫീ ജന്നാത്തിൻ നഈം
സുല്ലത്തും മിനൽ അവലീന വഖലീലും മിനൽ ആഖിരീൻ അലാ സുറുറിൻ മൗളൂനാ മുത്തഖീന അലൈഹാ മുത്തഖാബിലീൻ. വിശ്വാസികളെ പടച്ചുറപ്പ് അവരെ അങ്ങേയറ്റം വാനോളം പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, നന്മയിൽ മുന്നേറിയവർ, വിശ്വാസം കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും മുന്നോക്കത്തിൽ നിന്നവർ, അവർ പരലോകത്തും പടച്ചുറപ്പിന്റെ കോടതിയിൽ മുന്നോക്കക്കാർ തന്നെയാണ്. അത്ര ഉയർച്ചയിലേക്ക് അവർ എത്തി. വിശ്വാസികളെ, നമ്മളും അല്പമൊക്കെ ചെയ്യുന്നുണ്ട്, പോരാ, ഇനിയും ചെയ്യണം. നമ്മുടെ കർമ്മങ്ങളല്ല സ്വീകരിക്കാൻ, നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുന്നതോടുകൂടി തന്നെ നാളെ പരലോകത്ത് പരാജയത്തിലേക്ക് നമ്മൾ മാറാൻ പാടില്ല. അള്ളാഹിന്റെ ഖുർആനിൽ കുറേ ആയത്തുകൾ പരിശോധിക്കുമ്പോൾ കർമ്മങ്ങളുമായി ചെന്ന് പരാജിതരാകുന്ന ആളുകളെ പറ്റി ഖുർആൻ സംസാരിച്ചിട്ടുണ്ട്. വിശ്വാസികളെ, കർമ്മങ്ങളുമായി ചെന്നിട്ട് പരാജിതരാകുന്നവർ, വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅം മൻസൂറാ. 5 നേരം നമസ്കരിക്കുന്നവർ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന മാർഗ്ഗേണ സഞ്ചരിക്കുന്ന മുഅ്മിനീങ്ങളെ, ഞാൻ നിങ്ങളും ഒരൽപ്പം ഭയപ്പാടോടുകൂടി പഠിക്കേണ്ട ഒരായത്താണിത്. പ്രതീക്ഷയോടെ കടന്നു വന്ന് നിരാശരാകുന്ന ആളുകൾ, പരാജിതരിലേക്ക് മാറ്റപ്പെടുന്നവർ ഉണ്ടെന്ന് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അല്ലേ, നമുക്കെല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതി കേൾക്കുന്ന ഒരായത്തല്ലേ, ഉജൂഹുൻ യൗമൈദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ. അന്ന് ചില മുഖങ്ങൾ പേടിച്ച് വരകൊള്ളും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നിട്ട് തുടർന്നുള്ള പറയണെന്താ, അവർ പ്രവർത്തിക്കാത്തവരല്ല, സുഹൃതങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട്, പണിയെടുത്ത് ക്ഷീണിച്ചിട്ടുണ്ട്, പക്ഷേ ഫലപ്രാപ്തിയിലേക്ക് എത്താത്തവർ. ഖുർആന്റെ ആയത്താണ്. എന്ത് കാരണങ്ങളാണ് വിശ്വാസികളെ നമ്മളെ കർമ്മങ്ങൾ നഷ്ടപ്പെടാൻ വഴിയൊരുങ്ങുന്നത്? നമുക്കെല്ലാവരെയും ഒന്ന് ശിർക്കാണ്. കുറെ ചെയ്യുന്നുണ്ട്, അള്ളാഹ് കൂലി തരണ്ടേ? അവന്റെ മുന്നിൽ കാര്യങ്ങൾ നിരത്തി വെച്ച് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ, വിശ്വാസികളുടെ കൂട്ടത്തിലേക്ക് മാറ്റപ്പെടണമെങ്കിൽ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ശിർക്ക് വരാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഇരിക്കണം നിങ്ങളോടത് വല്ലാതെ വിശദീകരിച്ചു പറയേണ്ട ആവശ്യമില്ല. ശിർക്ക് വന്നോ കർമ്മങ്ങളല്ല സ്വീകരിക്കൂല. ഇപ്പൊ തന്നെ തീരുമാനിക്കാം. ശിർക്കുണ്ടോ സ്വീകരിക്കൂല. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ദുർബല നിമിഷത്തിൽ വന്നാൽ സുഹൃത്തേ, അമലുകൾ ബാത്തിലായി പോകും. മഹാനായ പ്രവാചകൻ പ്രബോധനവുമായി മുന്നോട്ട് പോകുമ്പോ സത്യനിഷേധികളായ ആളുകൾ പല നിലക്കും നബിയെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു, സാധിക്കണില്ല. അപ്പൊ നബിയോട് പറയാണ്, ഞങ്ങൾ ആരാധിക്കുന്ന ആരാധന്മാരുടെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഈ ആരാധിക്കൊന്നും വേണ്ട, ഒന്നിങ്ങനെ ജസ്റ്റ് വിഷ് ചെയ്താൽ മതി. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രിയപ്പെട്ടവരെ, സത്യനിഷേധികൾ അവസാനത്തെ ഒരു അടവെന്ന നിലക്ക് പറഞ്ഞതാണ്, ഞങ്ങൾ ആരാധിക്കുന്നു, നീ ആരാധിക്കണ്ട. നീ ആരാധിക്കുന്ന തൗഹീദിലേക്ക് വരാൻ ഞങ്ങളും ഒരുക്കമല്ല. തമ്മിലുള്ള വഴക്കും വക്കാണോ നമുക്കൊന്ന് അവസാനിക്കാൻ. ആളുകൾ കാണുമ്പോൾ മുഹമ്മദിന് ഞങ്ങളോട് സ്വല്പം താല്പര്യം വന്നിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാകാൻ അതിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒന്ന് കൈകാട്ടിയാൽ മതി എന്ന് റസൂലുള്ളാഹിനോട് സത്യനിഷേധികൾ ആവശ്യപ്പെട്ടപ്പോ സുമറിലൊരായത്ത് പ്രിയപ്പെട്ടവരെ ഖുർആൻ അവതീർണമാവുകയാണ്. അഫഗൈറല്ലാഹി കുൽ നബിയേ പറയണം, അഫഗൈറല്ലാഹി തഅ്മുറൂനി അഅ്ബുദു. ഏ കൂട്ടരെ, അള്ളയല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, അള്ളയല്ലാത്ത ആളുകൾ ആരാധിക്കണമെന്ന് നിങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കുകയാണോ? അയ്യുഹൽ ജാഹിലൂൻ, വിവരമില്ലാത്ത സഹോദരങ്ങളെ. അയ്യുഹൽ ജാഹിലൂൻ എന്ന് പറഞ്ഞ വിവരദോഷികളെ എന്നാ. അഫഗൈറല്ലാഹി തഅ്മുറൂനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ, വിവരമില്ലാത്തവരെ സൃഷ്ടിച്ച റബ്ബിന് പുറമെ മറ്റു പലരെ ആരാധിക്കാൻ നിങ്ങൾ ആവശ്യപ്പെടുകയാണോ? അടുത്ത ആയത്തെന്താ? വലഖദ് ഊഹിയ ഇലയ്യ വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത, എനിക്കെന്റെ റബ്ബ് നൽകിയ വഹിയും മുൻകഴിഞ്ഞ തലമുറകളിലേക്ക് കടന്നു വന്ന പ്രവാചകന്മാർക്ക് അല്ലാഹു നൽകിയ വഹി എന്താണെന്നോ? ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക, ശിർക്ക് വന്ന കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടക്കാരിൽ പെടുക തന്നെ ചെയ്യും. ഇത് ആരോടാ പറയുന്നത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ പ്രവാചകൻ? അള്ളാഹുവിന്റെ റസൂലിനെ വിശദീകരിക്കണോ? അത്രമാത്രം നന്മകൾ ചെയ്ത അല്ലാഹ് ഈ ലോകത്തെ സൃഷ്ടികൾ ഉത്തമനല്ലേ പ്രവാചകൻ? കാലിൽ നീര് വരുമാറ് നമസ്കരിച്ച പ്രവാചകൻ തന്നെ ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി പൂർത്തീകരിച്ച് സന്തോഷത്തോടുകൂടി ലോകത്തോട് യാത്ര പറഞ്ഞ മഹാനുഭവനല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു നേർക്ക് നേരെ പറയുകയാണ്, ശിർക്ക് വന്ന കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ അത് വരില്ല. ശ്രദ്ധിച്ചോളെല്ലാവരും. ഏതെങ്കിലും ചില ദുർബല സമയത്ത് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിശ്വാസികളെ, ഒരു വണ്ടി നമ്മൾ വാങ്ങുന്നു,
അത് തട്ടിമുട്ടി അപകടത്തിൽപ്പെടാതിരിക്കാൻ ആരോ പറയുന്നു സ്റ്റിയറിംഗിന്റെ അവിടെ എന്തെങ്കിലും ഒന്ന് കെട്ടിത്തൂക്കിയാൽ മതി എന്ന് പറഞ്ഞ് സുഹൃത്തെ, നമ്മൾ എന്തെങ്കിലും ഒരു നൂലോ ചരടോ കെട്ടിത്തൂങ്ങിയാൽ അത് ശിർക്കാണ്. വീട് വെക്കാൻ തീരുമാനിക്കുന്നു. ഏതോ ഒരാൾ ഒന്ന് കുറ്റിയടിച്ചാൽ പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല, ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. ആ വീട് ബറക്കത്തുള്ളതായി തീരുമെന്ന് വിചാരിച്ച് ദൂരദിക്കിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുവന്നൊന്ന് കുറ്റിയടിച്ചാൽ സുഹൃത്തെ, അവിടെ ശിർക്കിന്റെ അംശം കടന്നു വരികയാണ്. മറിച്ച് റഹ്മാനായ റബ്ബിൽ നിന്നാണ് ഖൈർ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. അവനോടാണ് നമ്മൾ ദുആ ചെയ്യേണ്ടത്. ഒരു കുട്ടിക്ക് അസുഖം വരുന്നു, ലോകത്തുള്ള സകല ഡോക്ടർമാരെയും നമ്മൾ പോയി കണ്ടു, ചികിത്സ തേടി, സുഹൃത്തുക്കളെ മുന്നോട്ട് പോകുന്നു. എന്നിട്ടും ഒരു ശിഫ ലഭിക്കുന്നില്ലെന്ന് തോന്നുമ്പോ ശൈത്താൻ നമ്മോട് ആവശ്യപ്പെടുന്നു, ഇന്നൊരു സ്ഥലത്ത് പോയിട്ട് ഇന്ന വ്യക്തിയൊന്ന് കണ്ടാൽ പ്രശ്നം പരിഹരിച്ചു കിട്ടുമെന്ന് പറയുമ്പോ നമ്മുടെ ആ വല്ലാത്തൊരു മാനസികമായ അവസ്ഥയിൽ സുഹൃത്തെ ഞാനും നിങ്ങളും അങ്ങോട്ട് പോകുന്നുവെങ്കിൽ ശിർക്ക് ജീവിതത്തിൽ വന്നു. ജീവിതത്തിന്റെ ഒട്ടനവധി തളരുന്ന സന്ദർഭങ്ങളിൽ സുഹൃത്തുക്കളെ ശൈത്താൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമ്പോ അവിടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണം. ശിർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുത്തു കാണിച്ചു തരാൻ പറ്റുന്ന ഒന്നല്ല. എല്ലാവരും ആലോചിച്ചോളി. പരിശുദ്ധ ഖുർആനിലെ അൻആം സൂറയിലെ 88-ാമത്തെ ആയത്ത് മുതൽ കുറെ ആയത്തുണ്ട്. എന്താണെന്നോ, وتلك حجتنا آتيناها إبراهيم على قومه نرفع درجات من نشاء إن ربك حكيم عليم. 18 നബിമാരുടെ പേര് ഇങ്ങനെ പറയാം, 18 പ്രവാചകന്മാരുടെ പേര് അല്ലേ? ഇസ്ഹാഖ യഅഖൂബ കുല്ലൻ ഹദൈനാ വനൂഹൻ ഹദൈനാ മിൻ ഖബ്ലു ദാവൂദ വസുലൈമാന വഅയ്യൂബ വയൂസുഫ വമൂസാ വഹാറൂൻ വകദാലിക നസിൽ മുഹ്സിനീൻ വസക്കരിയ വയഹ്യാ വഈസാ വഇല്യാസ കുല്ലും മിനസ് സാലിഹീൻ വഇസ്മാഈല വൽയസാ വയൂനുസ വലൂത്താ വകുല്ലം ഫളൽനാ അലൽ ആലമീൻ. എന്തൊരു സൗന്ദര്യമാണ് ആയത്ത് ഇങ്ങനെ ഓതുമ്പോൾ. ആ വാക്ക് നിർത്തി ഓതിയൊക്കെ ഉണ്ടോ? അല്ലാഹ് പറയാ, ഈ 18 പ്രവാചകന്മാരെ പേരെടുത്തെടുത്തു പറഞ്ഞ് റഹ്മാനായ റബ്ബായത്ത് അവസാനിപ്പിച്ചത് എങ്ങനെയാണെന്നോ, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. ഈ പ്രവാചകന്മാരെ, നിങ്ങളുടെ അരികിൽ ശിർക്ക് വന്നാൽ കർമ്മങ്ങൾ ഫലശൂന്യമായി പോകും. ആലോചിച്ച് നോക്കാൻ ഒരു വിട്ടുവീഴ്ച വിഷയത്തിൽ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു സുബ്ഹാനല്ലാഹ് കൂലി കിട്ടാതിരിക്കാൻ തടസ്സമായി തീരും ശിർക്ക് വന്നാൽ. അത്രയും ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട ഒരു വിഷയമാണത്. അതെല്ലാവരും ഗൗരവത്തോടെ മനസ്സിലാക്കിക്കോ. ഒരു ദുർബല നിമിഷത്തിലും അള്ളാഹുവാണ് നമുക്ക് ഖൈർ തരേണ്ടവൻ. ഇപ്പൊ ഒരു വീട് വെക്കുകയാണ്, എന്താ ചെയ്യേണ്ടത്? ഇസ്തിഖാറത്ത് ചെയ്യണം. ഒരു വണ്ടി വാങ്ങാൻ ഇസ്തിഖാറത്ത് ചെയ്യണം. സുഹൃത്തുക്കളെ, ഒരു മോളെ കല്യാണവുമായി മുന്നോട്ട് പോകുകയാണ്, എന്താ ചെയ്യേണ്ടത്? ഇസ്തിഖാറത്ത് ചെയ്യണം. ഒരു സ്ഥാപനം തുടങ്ങാൻ പോകുകയാണ്, എന്താ ചെയ്യേണ്ടത്? 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണം. നബിയുടെ മാതൃക അങ്ങനെയാണ്. അതാ റസൂലുള്ളാഹിന്റെ ഇത്തിബാ. 2 റക്അത്ത് സുന്നത്ത് ഇസ്തിഖാറത്ത് ചെയ്യുക. ഒരു കെട്ടിട ഉദ്ഘാടനം അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കുന്നു, ഒരു വലിയ സംരംഭവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു, ഖൈർ തരേണ്ട റബ്ബിനോടൊന്ന് ദുആ ചെയ്യണം. പ്രവാചകൻ പറഞ്ഞു, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക വഅസ്തഖിദുക ബിഖുദ്റതിക വഅസ്അലുക മിൻ ഫളിലിക്കൽ അലീം അല്ലാഹുമ്മ ഇന്നക തഅലമു വലാ അഅലമു വതഖ്ദിറു വലാ അഖ്ദിറു. എന്ത് ഹൃദ്യമായ പ്രാർത്ഥനയാണത്! ഇങ്ങനെയാണ് മുന്നോട്ട് പോയി കാണി. അള്ളാഹു കച്ചവടത്തിൽ ബർക്കത്ത് തരും. മക്കളെ കെട്ടിച്ചയക്കുമ്പോൾ റബ്ബിന്റെ ഇടപെടലുണ്ടാകും. സുഹൃത്തേ, സ്ഥാപനങ്ങളിൽ പടച്ച റബ്ബിന്റെ ഇടപെടലുണ്ടാകും. റസൂലുള്ളാഹിന്റെ ഇസ്തിബാണത്, പ്രവാചകന്റെ മാതൃകയാണത്. 2 റക്അത്ത് സുന്നസ്കരിച്ച് ഇസ്തിഖാറത്ത് ചെയ്യണം. കാരണം എന്താ? ഭാവി ഭൂത വർത്തമാന കാലങ്ങളെ പറ്റി അറിയുന്നവൻ ആരാ? കരുണാവാരിധിയായ റബ്ബാണ്. ഇന്നക തഅലമു, അല്ലാഹ് നിനക്കറിയാം, ഞാൻ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുമ്പോ എനിക്ക് പല പരിധികളുമുണ്ട്, പല അറിവില്ലായ്മയുമുണ്ട്. അറിവുള്ളവൻ നീയാണ് റബ്ബേ, ഇടപെടണേ എന്നാണ്. ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇസ്ലാം. അതുകൊണ്ട് ശ്രദ്ധിച്ചോ, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയൊരു കാര്യം ശിർക്കാണ്. സൂറത്ത് കഹ്ഫിൽ അവസാനത്തെ ആയത്ത് എങ്ങനെയാണല്ലോ, ആര് പടച്ച റബ്ബിനെ അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളായി കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവോ ഫല്യഅമൽ അമലൻ സ്വാലിഹാ, അവൻ സുകൃതങ്ങൾ ചെയ്യട്ടെ. പോരാവലാ യുശ്രിക് ബി ഇബാദത്തി റബ്ബിഹി അഹദാ, അള്ളാഹ്ക്ക് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഒരു ശിർക്കും വരാൻ പാടില്ല. ജീവൻ നഷ്ടപ്പെട്ടാലും റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അൻ ഉശ്രിക ബിക ശൈഅൻ വഅന അഅലമു. അറിഞ്ഞുകൊണ്ട് ശിർക്ക് വരുന്നതിനെ തൊട്ട് അറിയാതെ ശിർക്ക് വരുന്നതിനെ തൊട്ട് റബ്ബേ നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥനയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചോളി. രണ്ടാമത് പ്രിയപ്പെട്ടവരെ, നമ്മൾ കർമ്മങ്ങൾ സ്വീകരിക്കാതിരിക്കാനുള്ള വിഷയം എന്താണ്? ഇഖ്ലാസ് ഇല്ലാത്തതാണ്.
അതെല്ലാവരും റസൂലുള്ളാഹി ഇടക്കിടക്ക് തൻ്റെ സഹാബത്തിനെ ബോധ്യപ്പെടുത്തിയിരുന്ന വിഷയമാണ്. ആത്മാർത്ഥയെ നബിയോൽക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും. ആത്മാർത്ഥയുടെ ആൾരൂപങ്ങൾ ആ സഹാബത്ത്. എന്നാൽ ആത്മാർത്ഥയെ പറ്റി നബി ഇങ്ങനെ ബോധ്യപ്പെടുത്തി. യുദ്ധക്കളത്ത് പോകുമ്പോൾ ആത്മാർത്ഥത പഠിപ്പിച്ചു കൊടുക്കാൻ, ഹിജറ പോണ സമയത്ത് ആത്മാർത്ഥത പഠിപ്പിച്ചു കൊടുക്കാൻ. എന്തിന്? ഇഖ്ലാസ് നഷ്ടപ്പെട്ടാൽ കർമ്മങ്ങൾ പോയി പോകും. വിശ്വാസികളെ എത്ര ചെയ്യുന്നു എന്നല്ല ആത്മാർത്ഥമായി ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മനസ്സിലേക്കാണ് അല്ലാഹു. ഇപ്പൊ ഞാൻ ഈ ഖുത്ബ നിർവഹിക്കുന്നു, നിങ്ങൾ ഈ ജുമുഅക്ക് വന്നിരിക്കുന്നു. വിശ്വാസികളെ സൃഷ്ടിച്ച റബ്ബ് നമ്മെ കൃത്യമായി വായിക്കുന്നവനാണ്. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. അല്ലാഹ് നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കുന്നില്ല, നിങ്ങളുടെ രൂപഭാവങ്ങളിലേക്ക് നോക്കുന്നില്ല, മനസ്സിലേക്കാണ് നോക്കുന്നത്. ആത്മാർത്ഥമായ പ്രവർത്തനം മാത്രമേ അല്ലാഹ് സ്വീകരിക്കുള്ളൂ. ഒരാൾ ഇഷ്ടം പോലെ പ്രവർത്തനം ചെയ്യുന്നുണ്ട്, ഇഖ്ലാസ് അല്ല, അത് റിയാ ആണ്, ആളുകളെ കാണിക്കാനാണ്, പ്രകടനപരതയാണോ എങ്കിൽ പ്രിയപ്പെട്ടവരെ സിട്ടാവിൻ്റെ അരികിൽ 5 കാശിനും വിലയില്ല. എന്നെല്ലാവരും ശ്രദ്ധിച്ചോ. ബയ്യന എന്ന സൂറയിൽ ആയത്തിലേക്ക് നിങ്ങളുടെ മനസ്സ് വരൂ. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അല്ലാഹ്ക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്യുമ്പോ ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യാനാണ് റഹ്മാനായ റബ്ബിന്റെ കൽപ്പന. മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അല്ലാഹ്ക്ക് മാത്രമായി ആത്മാർത്ഥമായി ചെയ്യണം. വിശ്വാസികളെ, ഇഖ്ലാസ് എന്ന വാക്കിന്റെ നേരെ ഓപ്പോസിറ്റ് നിഫാഖാണ്, കാപ്പട്യം. പരിശുദ്ധ ഖുർആൻ സൂറത്ത് നഹലിലെ ഒരു ആയത്തുണ്ട്. സൂറത്ത് നഹലിൽ ഒരു 67-ാമത്തെ ആയത്തുണ്ട്. ആത്മാർത്ഥതയെ പറ്റി പറഞ്ഞൊരു വാക്ക്. പാലിന്റെ പരിശുദ്ധി പോലെ എന്ന് പറയാറുണ്ട്. അത് ശരിക്കും ഖുർആൻ ഉപയോഗിച്ചൊരു വാക്കാണ്. പാല് വരുന്ന സ്ഥലം ഇവിടുന്ന മീൻബൈനി ഫറസിൻ വദമിൻ വൗഹ. ഖുർആൻ ആയത്ത് ഇങ്ങനെ പിന്നെ വഇന്നലക്കും ഫിൽ അൻആമി ലഇബ്റ. കന്നുകാലികൾ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് അല്ലേ? പാല് നമ്മൾ എത്ര ഉപയോഗിക്കുന്നവരാ. പക്ഷെ ആ പാല് വരുന്ന സ്ഥലത്തെ പറ്റി ഖുർആൻ പറഞ്ഞൊരു ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാനൊരിക്കൽ കണ്ടമാനം പശുക്കളെ മെഷീൻ വെച്ചുകൊണ്ട് പാല് കറന്നെടുക്കുന്ന ഒരു ഫാമുണ്ട്, വലിയൊരു ഫാം. കേരളത്തിലെ ഒരു കർഷക അവാർഡ് കിട്ടിയൊരു മുഹമ്മദ് ഖാൻ എന്ന് പറയും. ഒരിക്കൽ അവിടെ പോയി അദ്ദേഹം കണ്ടമാനം മുന്തിയനം 1 ലക്ഷം 2 ലക്ഷമൊക്കെയാണ് മൃഗങ്ങളുടെ വില. അത്ര പരിചരണമാണ്. അതിന് സൗകര്യം ചെയ്ത് കണ്ട അത്ഭുതപ്പെട്ടു പോകും. ആ മനുഷ്യൻ ജസ്റ്റ് അത് കാണാൻ വേണ്ടി വേറെ ആളുടെ കൂടെ പോയി ആ പാല് കറന്നെടുക്കുന്ന സംവിധാനവും കാണുമ്പോൾ അത്ഭുതപ്പെട്ടു പോകും. ഞാൻ അദ്ദേഹത്തോട് നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഖുർആനിലെ ആയത്തുണ്ട്, നിങ്ങൾക്കത് അറിയുമെന്ന് ചോദിച്ചു. ഞാൻ ഈ ആയത്ത് ഓതി കേൾപ്പിച്ചു കൊടുത്തപ്പോൾ ദീനുള്ളൊരു മനുഷ്യൻ അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. എന്താ ആയത്തെന്ന്? വഇന്നലക്കും ഫിൽ അൻആമി ലഇബ്റ. കന്നുകാലികൾ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അല്ലാഹ് പറയാ, കന്നുകാലികൾ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട്. വഇന്നലക്കും ഫിൽ അൻആമി ലഇബ്റ നസ്ഖീകും മിമ്മാ ഫീ ബുത്തൂനിഹി. അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് നിങ്ങൾ കുടിക്കുന്നു, പാല് കുടിക്കുന്നു, ഉപയോഗിക്കുന്നവരാണ്. അത് എവിടുന്നാ വരുന്നത്? മിംബൈനി ഫറസിൻ വദമിൻ ലബനൻ ഖാലിസൻ സായിയൻ ലിശാരിബീൻ. മിംബൈനി ഫറസ് പറഞ്ഞെന്താ? ചാണകം. ദമ് പറഞ്ഞ രക്തം. അതിൻ്റെ ഒക്കെ അടിയിന്ന് അതിൻ്റെ ഒന്നും കലർപ്പോ സ്മെല്ലോ ഒന്നുമില്ലാത്ത ശുദ്ധമായ പാല്. ലബനൻ ഖാലിസൻ സായിയൻ ലിശാരിബീൻ. കുടിക്കുന്നവർക്ക് ആസ്വാദികരമായ പാല്. പ്രിയപ്പെട്ടവരെ, പാലിന്റെ അള്ളാഹിന്റെ ദൃഷ്ടാന്താണത്. കന്നുകാലികളെ പറ്റി പറഞ്ഞെടുത്ത് ഖുർആൻ അൻആം സൂറയിൽ ഉപയോഗിച്ചൊരായത്താണ്. ഞാൻ പറഞ്ഞെന്താണെന്ന് പ്രിയപ്പെട്ടവരെ, അത്രയും പരിശുദ്ധമാകണം നമ്മുടെ പ്രവർത്തനം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ആരെയും കാണിക്കൊന്നും ചെയ്യല്ലേ, ആരെയും ബോധിപ്പിക്കാനൊന്നും ചെയ്യല്ലേ. ഒരാളിൽ നിന്നും ഒരു കയ്യടി നമ്മൾ പ്രതീക്ഷിക്കരുത്, ഒരാളിൽ നിന്നൊരു നല്ല വാക്ക് നമ്മൾ ആഗ്രഹിക്കരുത്. സുഹൃത്തെ, പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. അതൊക്കെ ഇവിടുന്ന് ആളുകളുടെ നാവിലൂടെ കിട്ടിക്കഴിഞ്ഞാൽ അള്ളാന്റെ തിരുസന്നിധിയിൽ കർമ്മങ്ങൾ നിരത്തി വെക്കുമ്പോ 0 ആയിരിക്കും. അള്ളാന്റെ ഖുർആൻ എത്രയാണ് ഈ വിഷയം നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിച്ചോ, നമ്മൾ ഈ ഖുത്ബ കേൾക്കുമ്പോൾ എന്തൊരു പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും ആത്മാർത്ഥത മാത്രം. എന്തൊരു പ്രവർത്തനം 3 വിഭാഗത്തെ നരകത്തിലേക്ക് തള്ളുമെന്ന് ഖുർആൻ റസൂലുള്ളാഹി പഠിപ്പിക്കുക. പരിശുദ്ധ ഖുർആനിൽ 3 വിഭാഗത്തെ നരകത്തിന് മീതെങ്ങനെ കൊണ്ടുവന്ന് പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് അങ്ങ് വലിച്ചെറിയപ്പെടുമെന്ന് റസൂലുള്ളാഹി പറയുന്നു. ഒരു സഹോദരൻ ആരാണെന്നോ? പ്രസംഗകനാണ്, ഖാരി ആണ്, ഖുർആൻ പാരായണം ചെയ്യുന്നവൻ. ഒരു പ്രസംഗകൻ 2 രൂപത്തിലും. അവൻ നല്ലോണം പ്രസംഗിച്ചിട്ടുണ്ട്, നല്ലോണം ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് അവൻ ഉദ്ദേശിച്ചത് ആളുകൾക്കിടയിൽ അവൻ നല്ലൊരു പ്രസംഗകനാണെന്ന് ആളുകൾ വിലയിരുത്തണം.
അതിൻ്റെ അംഗീകാരം ലഭിക്കണം, അതിൻ്റെ ലാഭങ്ങൾ നേട്ടങ്ങൾ അവൻ കിട്ടണം. ഈ ഉദ്ദേശമായിരുന്നു അവൻ്റെ പ്രബോധനത്തിലും അവൻ്റെ പ്രസംഗത്തിലും അവൻ്റെ ഖുർആൻ പാരായണത്തിലും ഉണ്ടായിരുന്നത്. നരകത്തിന് മീതെങ്ങനെ പിടിച്ചിട്ടേ ഓനിങ്ങനെ എരിപൊരിയുള്ള അല്ലാ എന്തേ എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതെന്ന് ചോദിക്കുമ്പോ റഹ്മാനായ റബ്ബ് ചോദിക്കും, സുഹൃത്തേ നീ അതൊക്കെ ചെയ്തപ്പോൾ നിന്റെ താല്പര്യം മറ്റൊന്നായിരുന്നില്ലേ? ആളുകൾ നിന്നെപ്പറ്റി നല്ലവനെന്ന് പറയണം, പ്രസംഗകനെന്ന് പറയണം എന്നിങ്ങനെയുള്ള താല്പര്യം നിന്നെ സ്വാധീനിച്ചിരുന്നില്ലേ? കൂലി പരലോകത്തേക്ക് നിനക്കില്ല, അവിടെ വെച്ച് കിട്ടിയതാണ്. ദുനിയാവിൽ വെച്ച് നിനക്ക് കിട്ടിക്കഴിഞ്ഞു. നീ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടേണ്ടവനാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. മറ്റൊരു സഹോദരൻ ആരാണെന്നോ? അടർക്കളത്തിൽ അടരാടി യുദ്ധക്കളത്തിൽ വെട്ടേറ്റ് മുറിവേറ്റ് മരിച്ചു വീണൊരു ഷഹീദാണ്. സുഹൃത്തേ, അവനെയും നരകത്തിന്റെ മീതെ കൊണ്ടുവന്ന് പിടിക്കുമ്പോ അവൻ പറയും, അല്ലാ നിന്റെ മാർഗത്തിൽ യുദ്ധത്തിൽ പങ്കെടുത്ത് മരിച്ചു വീണ ഷഹീദല്ലേ ഞാൻ, എന്തേ ഇനി നരകത്തിലേക്ക് മാറ്റപ്പെടുന്നു എന്ന് ചോദിക്കുമ്പോ നീ വലിയൊരു യോദ്ധാവാണ്, നീ വലിയൊരു ഉശിരുള്ളവനാണ്, നീ വലിയൊരു ശുജായി ആണെന്ന് ആളുകൾ പറയണമെന്ന് നീ ആഗ്രഹിച്ചു. അതിനായിട്ടാണ് നീ യുദ്ധക്കളത്തിൽ അടർക്കളത്തിൽ ഇറങ്ങി യുദ്ധക്കളത്തിൽ നീ മുന്നോട്ട് പോയത്. അതിനുള്ള കൂലിയൊക്കെ ആളുകളുടെ നാവിലൂടെ അവിടെ വെച്ചാണ് കിട്ടിക്കഴിഞ്ഞു, നരകത്തിലേക്ക് പോ എന്ന് പറയപ്പെടുമെന്നാണ്. 3 റസൂലുള്ളാഹി പറയുന്നത് എന്താണെന്നോ? പ്രിയപ്പെട്ടവരെ, സമ്പത്ത് ചെലവഴിച്ചവനാണ്. ചില ആളുകളൊക്കെ എന്താ ഇഷ്ടം പോലെ കൊടുക്കും, വാട്സപ്പിൽ വരണം, ഫേസ്ബുക്കിൽ വരണം, ആളുകളെ കാണിക്കാൻ വേണ്ടി. സുഹൃത്തുക്കളെ ശ്രദ്ധിച്ചോളി, അങ്ങനത്തെ കുറേ ആളുകളുണ്ട്. വലിയ സമ്പന്നർ പോലും അങ്ങനത്തെ അവസ്ഥകളിൽ, പല ആളുകളും വ്യത്യസ്ത അവസ്ഥയിൽ. അവൻ ഈ നരകത്തിന് മീതെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പിടിക്കുമ്പോ നീ നൽകിയത് ഞാൻ റബ്ബേ നിന്റെ ഇഷ്ടപ്പെടുന്ന വഴിയിൽ ചെലവഴിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോ നീ ഒരു ധർമ്മിഷ്ഠനാണ്, കൈയഴിച്ച് നൽകുന്നവനാണെന്ന് ആളുകൾ പറയണമെന്ന് താല്പര്യമില്ലായിരുന്നില്ലേ? കൂലി അവിടെ വെച്ച് കിട്ടിപ്പോയി എന്ന് പറയുന്നത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബ് എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു പ്രിയപ്പെട്ടവരെ. നമ്മുടെ പരലോകരക്ഷയിൽ നമ്മെക്കാളും കൊതിക്കുന്നവനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആത്മാർത്ഥമായ പ്രവർത്തനം അല്ലേ, അഫലാ യഅലമു ഇദാ ബുഇസ്തിറ മാ ഫിൽ ഖുബൂർ. ഖബറുകൾ ഇളകി മറിഞ്ഞ് സുഹൃത്തേ ഞാൻ നിങ്ങളും പുറത്തു വരുമ്പോ നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെ വിലയപ്പെടുന്നു? മനസ്സിന്റെ അവസ്ഥക്കനുസരിച്ചാണ്, മനസ്സിന്റെ അവസ്ഥക്കനുസരിച്ചാണ്. വയുത്ഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമം വഅസീറാ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്. ദഹ്ർ സൂറയിൽ വിശ്വാസിയുടെ മനസ്സ് പടച്ചോൻ തുറന്നിങ്ങനെ കാണിച്ചു തരാം. ഇഷ്ടം പോലെ സമ്പത്ത് ചെലവഴിക്കും, പാവപ്പെട്ടവർക്ക്, അനാഥകൾക്ക്, യതീമുകൾക്ക്, ബന്ധനസ്ഥർക്ക് ഒക്കെ ചെലവഴിക്കും. എന്താണോ അവന്റെ ഉൾവിളി, അവന്റെ പ്രചോദനം എന്താണ്? ഈ ഇരിക്കണം നമ്മുടേത് അതാകണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ മനസ്സാണ് ഖുർആൻ നമുക്ക് വരച്ച് കാണിച്ചു തരുന്നത്. യഥാർത്ഥ സ്വർഗാവകാശികളെ പറ്റി ഖുർആൻ പറയാണ്, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്, അല്ലാഹ് നിന്റെ വജ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ആ പാവപ്പെട്ടവന് നേരം ഭക്ഷണം കൊടുത്തത്, അവന്റെ വിഷയത്തിൽ ഞാൻ ഇടപെട്ടത്, അവന്റെ സാമ്പത്തിക പരാതിയുടെ വിഷയത്തിൽ ഞാൻ ഇടപെട്ടത് മറ്റൊന്നും ആഗ്രഹിച്ചിട്ടല്ല. ഇന്നാ നഖാഫു മിർ റബ്ബിന. ആ ആയത്തൊന്ന് മനസ്സിരുത്തി ആലോചിച്ച് നോക്കി. ഞാൻ ഭയപ്പെടുന്നു, അല്ല മുഖം ചുളിഞ്ഞു പോകുന്ന, ഹൃദയം വറകൊള്ളുന്നൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്നു, അവിടെ എനിക്ക് രക്ഷ കിട്ടണം. അവനെ അല്ല അനുഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ. അവന് പടച്ചറബിന്റെ തൃപ്തി ലഭിക്കും. ഇഹത്തിലും പരത്തിലും പടച്ചറബിന്റെ അനുഗ്രഹം ഉണ്ടാകും. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ ഗൗരവത്തോടെ ആലോചിച്ചോ. സമ്പത്ത് ചെലവഴിക്കുന്നതാകട്ടെ, ഇബാദത്തുകൾ ചെയ്യുന്നതാകട്ടെ, ഒരാളെ സഹായിക്കുന്നതാകട്ടെ, എന്തൊരു വിഷയങ്ങൾക്കും നമുക്ക് പ്രേരണ അള്ളാഹുവിന്റെ വജ്ഹാകണം, അവന്റെ പ്രതിഫലമാകണം. ഭൗതികമായ എന്തെങ്കിലും കാര്യലാഭങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ കടന്നു വന്ന ശൈത്താൻ നമ്മെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു ഫീൽഡാണത് അല്ലേ? മഹാനായ പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ശൈത്താന് പരാജയപ്പെടുത്താൻ സാധിക്കുന്നവരാരാ? ആത്മാർത്ഥമുള്ള ആളുകളെ പരാജയപ്പെടുത്താൻ ശൈത്താൻ സാധിക്കൂല. ഇഖ്ലാസ് ഇല്ലാത്തവരെ ശൈത്താൻ പരാജയപ്പെടുത്തും. പരിശുദ്ധ ഖുർആനിൽ ശൈത്താൻ നീ സ്വർഗലോകത്ത് നിന്ന് പുറത്തു പോകാൻ ആവശ്യപ്പെട്ട് എന്നിട്ട് അള്ളാഹിനോട് ചെയ്തൊരു കരാറിൽ അവരുടെ അരികിൽ ഞാൻ ചെന്ന് അവരെ പഴപ്പിക്കുക തന്നെ ചെയ്യും. മുന്നിലൂടെയും പിന്നിലൂടെയും ഇടതുവശത്തിലൂടെയും എല്ലാ വഴിക്കും ചെന്ന് അവരെ ഞാൻ അപകടപ്പെടുത്തും. പക്ഷേ അവൻ പരാജയം സംബന്ധിച്ചൊരു കൊച്ചു വിഭാഗമുണ്ട്. ഇല്ല ഇബാദക മിൻഹുൽ മുഖ്ലസീൻ. നിന്റെ ആത്മാർത്ഥതയുള്ള അടിമകൾ എനിക്ക് പഠിപ്പിക്കാൻ കിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിക്കണേ, നമ്മൾ ജുമഅക്ക് വന്നു, ജുമഅക്ക് വരാത്ത എത്ര ആളുകൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിലുണ്ട്. കൊറോണ വന്നതിന് ശേഷം ജുമഅക്ക് വരാത്തവരുണ്ട്, ഇപ്പോഴുണ്ട്. സുഹൃത്തുക്കളെ, പലപ്പോഴും ജുമഅക്ക് വരുന്ന സമയത്ത് പള്ളിയിൽ കാണേണ്ട പല ആളുകൾ അവിടെ ഇവിടെ ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഉണ്ട് പ്രിയപ്പെട്ടവരെ. എന്തുകൊണ്ട് നമ്മൾ ജുമഅക്ക് വന്നു? നേരത്തെ വന്നവരുണ്ട്,
ഇതൊരു കൂലിയാണ്, ഇതെൻ്റെ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് എൻ്റെ ഒരു ബാധ്യതയാണ്. ഇന്ന് സുബൈക്ക് പള്ളിയിൽ പോയവരില്ലേ കൂട്ടത്തിൽ എല്ലാവരും പോകണം. പിശാച് നമ്മെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷേ നമ്മൾ എണീറ്റ് ജമാഅത്തിന് പള്ളിയിൽ പോയി. എന്തുകൊണ്ട്? ആത്മാർത്ഥതയുള്ളവരെ പിഴപ്പിക്കാൻ ശൈത്താൻ സാധിക്കില്ല. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്ര കുറവാണെങ്കിലും അത് ആത്മാർത്ഥമായി നിർവഹിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ നാളെ പരലോകത്ത് في جنة عالية لا تسمع فيها لاغية فيها عين جارية فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة. അതിങ്ങനെ ഓതുമ്പോ അല്ലാഹുമ്മ ജഅൽനാ മിൻഹു, ആ കൂട്ടത്തിൽ പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചോളൂ. ചില മുഖം നല്ല തിളക്കമുള്ളതായിരിക്കും. എന്തേ? ചെയ്തതിന്റെ കൂലി. ഇപ്പൊ ഈ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ ഇവിടെ പ്രതിഫലം ഉണ്ടോ? ഇല്ല. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അധികാര സ്വരത്തിൽ വാങ്ങാൻ പറ്റണോ? ആത്മാർത്ഥതയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കൂ. വിശ്വാസികളെ, റഹ്മാനായ റബ്ബ് കർമ്മങ്ങൾ ഫലശൂന്യമായി പോകുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. മാ ബഅദ്. അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി പാലിക്കണമെന്ന് എന്നോടൊന്നുപോലെ നിങ്ങളെ ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർമ്മങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കണം എന്നതാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. നമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ട് അവിടെ ചെല്ലുമ്പോൾ നീ പരാജിതയിലാണെന്ന് പറഞ്ഞ് എന്തൊരു സങ്കടമാണ്. അത് ആലോചിച്ചുകൂടാ. ഖുർആൻ അങ്ങനെ ഒരു സൂറത്തന്നെ എടുത്ത അഹാബിന് റിസൾട്ട് വെളിപ്പെടുക എന്നാണ്. റിസൾട്ട് വെളിപ്പെടുമ്പോൾ ലിസ്റ്റ് തൂങ്ങുമ്പോൾ പരാജിതയിലാണെന്ന് പറഞ്ഞ ഒരു ചാൻസ് ഇല്ല, ഒരു തിരിച്ചുപോക്കിന് അവസരമില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ ആ രണ്ടാം ഘട്ടത്തിലും നോക്കാമെന്ന് വിചാരിക്കായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, ഈ സംസാരം കേൾക്കുന്നത് എന്തിനും നമുക്കൊരു പരാജയം വന്നാൽ തൊട്ടടുത്ത സ്റ്റെപ്പിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഈ ദുനിയാവിൽ അവസരം ഉണ്ടല്ലോ. ഒരു കച്ചവടം പരാജയപ്പെട്ടു, എന്താ കാരണം വെച്ചാൽ അത് വേണമെങ്കിലൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം. ഒരു പരീക്ഷയിൽ തോറ്റു, തൊട്ടടുത്ത സമയത്തൊന്ന് മെനക്കെട്ട് പഠിച്ചിട്ട് രക്ഷപ്പെടാൻ നോക്കുക. പക്ഷേ പരലോകത്തിന്റെ വിഷയത്തിൽ ചാൻസേ ഇല്ല. അതുകൊണ്ട് തന്നെ ബുദ്ധിയും തൻ്റെയോടും കാര്യബോധമുള്ള ആളുകൾ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. തൻ്റെ പരലോക രക്ഷ കാര്യത്തിൽ വളരെ അകക്കണ്ണുള്ളവരായി മാറണം പ്രിയപ്പെട്ടവരെ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പരാജിതരാകുന്നത് എന്തൊക്കെ? അള്ളാഹിൻ്റെ അടിയങ്ങളുള്ള സ്നേഹമാണ് ഞാൻ ഈ പറഞ്ഞത്. അള്ളാഹിൻ്റെ റസൂൽ ഒരു കാര്യം നമ്മെ അറിയിക്കുന്നെങ്കിൽ നമ്മോടുള്ള സ്നേഹമാണ്. അപ്പോൾ ഇന്നിന്ന കാര്യങ്ങളിൽ സഞ്ചരിച്ചാൽ അവൻ പരാജിതനാകുമെന്ന് റസൂലുള്ളാഹി നമ്മെ അറിയിക്കണം. എന്താ? അടിയങ്ങളായി നമ്മൾ അങ്ങനത്തെ അവസ്ഥയ്ക്ക് എത്താതിരിക്കാനാണ്. ആത്മാർത്ഥതയ്ക്കനുസരിച്ച് ആ പ്രതിഫലം നൽകാന്ന് അള്ളാഹിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുന്നത്. യുദ്ധക്കളത്തിൽ പങ്കെടുക്കുക. മഹാനായ പ്രവാചകന്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത കുറച്ച് ആളുകൾക്ക് അനന്തര സ്വത്ത് മാറ്റി വെച്ചൊരു സംഭവമുണ്ട്. ഒരു യുദ്ധം കഴിഞ്ഞപ്പോൾ അനന്തര സ്വത്ത് ഓഹരി വെക്കുമ്പോൾ 2-3 ആളുകൾക്ക് റസൂലുള്ള മാറ്റി വെച്ചു. കൂടെ പങ്കെടുത്ത ആളുകൾ പറഞ്ഞു, നബി ഇതായിരിക്ക? നബിയെ ചോദ്യം ചെയ്യാൻ പാടില്ല. പക്ഷെ ചോദ്യം ചെയ്യിച്ചതല്ല, പാവങ്ങളാണ്, ആ വീതോട് ഇവരിലേക്ക് വരുമല്ലോ എന്ന് വിചാരിച്ച് പട്ടിണിയുടെ ദാരിദ്ര്യത്തിന് അങ്ങേറ്റത്തെ അവസ്ഥയായത് കൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറഞ്ഞൊരു വാക്ക് എന്താണെന്നോ? ഇതേ ഇന്ന ഫിൽ മദീനത്തി ലരിജാലൻ. വല്ലാത്തൊരു വാക്കാണത്. എല്ലാവരും നെട്ടിത്തെറിച്ചു പോയി. ഈ 3 ഓഹരി ആർക്കാണെന്നോ? ഇന്ന ഫിൽ മദീനത്തി ലരിജാലൻ മസിർതു മസീറ വലാ ഖതഅതു വാദിയ. മദീനത്ത് കുറച്ച് ആളുകളുണ്ട്, വീട്ടിലിരിക്കാണ്. നിങ്ങളെ കൂടെ യുദ്ധത്തിൽ ശത്രുക്കളുമായി അടരാടിയിട്ടില്ല, നിങ്ങളെ കൂടെ ഇറങ്ങി തിരിച്ചിട്ടില്ല. പക്ഷേ ഹബസഹുമുൽ മറല്ലു, രോഗം കാരണത്താൽ അവർ എണീറ്റ് വരാൻ പറ്റാത്തത് കൊണ്ടാണ് അവിടെ അവർ ഇരുന്നത്. ഇല്ല അശ്റകൂക്കും ഫിൽ അജ്ർ, ഓൽക്ക് കൂലിയുണ്ടെന്ന്. അതെന്താ പ്രിയപ്പെട്ടവരെ? ആത്മാർത്ഥതയാണ്. നല്ലപ്പം കാലത്തെ ആരോഗ്യമുള്ള സമയത്ത് ഇവരെ പോലെ യുദ്ധക്കളത്തിൽ അടർക്കളത്തിൽ അടരാടിയിട്ടുണ്ട്. ഇപ്പൊ ശാരീരിക അവസ്ഥ കാരണത്താൽ പ്രാർത്ഥനയോടെ കഴിച്ചുകൂട്ടാണ് അവർ. അവരുടെ ശരീരം നമ്മുടെ കൂടെ ഇല്ലെങ്കിലും മനസ്സ് കൂടെയുണ്ട്. അതാണ് ഇസ്ലാം. അതാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാം. നമ്മുടെ മനസ്സിന്റെ പരിശുദ്ധിക്കനുസരിച്ച് ചെയ്യാത്തതിന് പോലും അള്ളാഹു പ്രതിഫലം നൽകും. ചെയ്യാത്തതിന് പോലും. എല്ലാ വക്തും ജമാഅത്തിന് വരുന്നൊരു മനുഷ്യന് കാലിന് പ്രയാസം വന്നു, ജമാഅത്ത് ഇങ്ങനെ നടക്കുമ്പോൾ പെരിയിൽ ഇങ്ങനെ ഒറ്റക്ക് നിസ്കരിക്കുമ്പോൾ വിഷമമാണ്. വല്ലാത്ത വിഷമം. പക്ഷേ അയാൾ ആ വീട്ടിൽ നിന്ന് ഒറ്റക്ക് നിസ്കരിച്ചാലും ഇവിടെ 27 കൂലി അള്ളാഹു നൽകും. പ്രിയപ്പെട്ടവരെ, അങ്ങനത്തെ റബ്ബിനെ ഞങ്ങളെ മനസ്സ് കണ്ടു കാണി. അതാണ് അള്ളാഹു, അടിയങ്ങളുടെ എല്ലാ അവസ്ഥകളും തിരിച്ചറിയുന്നവൻ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ആത്മാർത്ഥമായി ചെയ്യുക. റിയാവ് വേണ്ട,
നിഫാക്ക് വേണ്ട, ഒരാളിൽ നിന്നും ഒരു കയ്യടി വേണ്ട. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഒരാൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മറ്റൊരുത്തൻ തന്റെ നിസ്കാരം കാണണമെന്ന് വിചാരിച്ചുകൊണ്ട് അവൻ നിസ്കാരം ഭംഗി കൂട്ടിയാൽ അതിൽ ശിർക്കുണ്ടെന്ന് പഠിപ്പിച്ച പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കരിക്കുമ്പോൾ മറ്റൊരുത്തൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നു കാണുമ്പോൾ റുക്കുവും സുജൂദൊക്കെ ഒന്ന് ഉഷാറാക്കിയാൽ, അപ്പൊ ആ ഉഷാറാക്കിയത് ആർക്ക് വേണ്ടിയിട്ട്? ആ ചാരിയിരിക്കുന്ന ആളിങ്ങനെ ശ്രദ്ധിക്കുന്നു എന്ന് വിചാരിച്ചിട്ടാണ്. എപ്പോഴും കാണുന്ന അള്ളാനെ കാണുമ്പോൾ, ഒരു പ്രശ്നമല്ല. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചു, കരുതലോടെ ജീവിക്കണം, ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം. കരുണാവാരിധിയായ റബ്ബ് അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കാര്യങ്ങളെല്ലാം കേട്ടു മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന വിനീതരിൽ അന്യുതരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റിയായിൽ നിന്ന്, നിഫാക്കിൽ നിന്ന്, ശിർക്കിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തൊരു കർമ്മങ്ങളും ഇഖ്ലാസോടുകൂടി നിർവഹിക്കാൻ റഹ്മാനായ റബ്ബ് നമ്മെ തുണക്കുമാറാകട്ടെ. രോഗത്താൽ പ്രയാസപ്പെടുന്നവർ ധാരാളം നമ്മുടെ കൂട്ടത്തിലുണ്ട്. പള്ളിയിൽ വന്നിരിക്കുന്നവരിൽ വ്യത്യസ്ത രോഗങ്ങളാൽ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ശിഫ നൽകുമാറാകട്ടെ. ക്യാൻസർ പോലുള്ള പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും അല്ലാഹു രക്ഷിക്കുമാറാകട്ടെ. അത്തരം അസുഖത്തിൽ കഴിയുന്നവർക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെ കൺകുളിർമയുള്ള മക്കളാക്കി വളർത്തുമാറാകട്ടെ. എല്ലാവിധ ബലായിൽ നിന്നും മുസീബത്തിൽ നിന്നും അല്ലാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم صل وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين وآخر دعوانا أن الحمد لله رب العالمين.